ഹായ്, ഞാൻ അബ്ദുൽ സമദ്, ജാമ്യയിലെ MA അറബിക് അവസാന വർഷ വിദ്യാർത്ഥിയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജാമ്യയിലെ MA അറബിക് വിശേഷങ്ങളാണ്. വൈ ജാമ്യ ഫോർ MA അറബിക്? എന്തുകൊണ്ട് ജാമ്യയിൽ MA അറബിക് പഠിക്കണം? ജാമ്യയിൽ MA അറബിക് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ആൾക്കാർ പലപ്പോഴായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ ഒരുപാട് കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, വിശിഷ്യ അറബിക് കോളേജുകളിലൊക്കെ ആയിട്ട് അറബിക് ഭാഷ വളരെ കൃത്യമായിട്ട് ഉന്നത നിലവാരത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ കേരളം വിട്ടിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അറബിക് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ആരംഭിക്കാം. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് മൾട്ടി കൾച്ചറൽ എക്സ്പോഷർ എന്നുള്ള സംഗതിയാണ്. അതായത് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ, സ്റ്റുഡൻസ് വരികയും നമുക്ക് അവരോട് ഇടപെടാൻ അവസരം ലഭിക്കുകയും അവരോട് സംസാരിക്കാനും അവരുടെ സംസ്കാരങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ജീവിത രീതികൾ അടുത്തറിയാനും അവരുടെ ഭാഷകൾ സ്വായത്തമാക്കാനുള്ള വലിയൊരു അവസരം സെൻട്രൽ യൂണിവേഴ്സിറ്റി നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു അവസരം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് ഭാഷാ വിദ്യാർത്ഥികളാണ്. കാരണം ഭാഷാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈയക്തികമായ വികാസത്തിനപ്പുറം ഭാഷാപരമായ, ചിന്താത്മകമായ, ഭാവനാത്മകമായ അല്ലെങ്കിൽ സാംസ്കാരികമായ വളർച്ചയ്ക്ക് വലിയൊരു അളവിൽ അവർ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം, ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ നമുക്ക് സാധിച്ചു തരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ ഭാഷാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ എഴുത്തുകാരുണ്ടാകാം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മേഖലകളിൽ വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്താമണ്ഡലം, ഭാവനാമണ്ഡലം വികസിപ്പിക്കാനും അല്ലെങ്കിൽ പുതിയ അനുഭവങ്ങളുടെ മേച്ചിൽപ്പുറം തേടി നടക്കാനൊക്കെ അവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആ ഒരു ഇട്ടാവട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തു ചാടി വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങളുടെ പുതിയൊരു സാധ്യതകളാണ് അത് തുറന്നു തരുന്നത്. നമ്മളെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു നോവലാണല്ലോ രാം കെയർ ഓഫ് ആനന്ദി. അഖിൽ പി ധർമ്മജൻ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് രാം കെയർ ഓഫ് ആനന്ദി. അതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള രാം കേരളം വിട്ടിട്ട് ചെന്നൈയിലേക്ക് സിനിമ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ രാമിനെ വരവേൽക്കുന്നത് രാമിന്റെ സുഹൃത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബിനീഷ് ഏട്ടനാണ്. ബിനീഷ് ഏട്ടൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, രാമ, നീ എന്തിനാണ് കേരളം വിട്ടിട്ട് ചെന്നൈയിലേക്ക് സിനിമ പഠിക്കാൻ വേണ്ടി വന്നത്? കേരളത്തിൽ ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് സ്ഥാപനങ്ങളിൽ സിനിമ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രാം പറഞ്ഞിട്ടുള്ളൊരു മറുപടി ഉണ്ട്. രാം പറയാണ്, ഞാൻ കേവലം സിനിമ പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ചെന്നൈയിലേക്ക് വന്നത്. ഇവിടുത്തെ ആളുകളുടെ ജീവിതങ്ങൾ പഠിച്ച് അത് കഥയാക്കി ഒരു സിനിമയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് രാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇട്ടാവട്ടത്തിൽ നമ്മൾ പുറത്തു ചാടി മറ്റുള്ള ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്ന് ജീവിക്കുമ്പോൾ നമുക്ക് പുതിയ അനുഭവങ്ങളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഭാഷാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അറബി ഭാഷാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് എഴുത്ത് മേഖലയിൽ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മേഖലകളിൽ വളരണമെങ്കിൽ, ട്രാൻസ്ലേഷൻ എന്ന് പറയുകയാണെങ്കിൽ സംസ്കാരങ്ങൾ തർജ്ജമ ചെയ്യുക എന്നാണ് ട്രാൻസ്ലേഷന്റെ വിവക്ഷ. അപ്പോൾ പുതിയ സംസ്കാരങ്ങൾ നമ്മൾ അടുത്തറിഞ്ഞ് ജീവിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അറബി ഭാഷാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതകളാണ് അവർക്ക് തുറന്നു ലഭിക്കുന്നത്. അപ്പോൾ അറബി ഭാഷ വളരെ കൃത്യമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡൽഹി പോലുള്ള നഗരമാണ്. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അത് അറബി ഭാഷാ വിദ്യാർത്ഥികൾക്ക് വളരെ വിശാലമായിട്ടുള്ള സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. നമുക്കറിയാം, അറബ് രാജ്യങ്ങളുടെ എംബസികൾ ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ നമുക്ക് ഡൽഹിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ എംബസികളിൽ പോയി സന്ദർശിക്കാനും നമ്മുടെ അറബ് രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും അവിടെ ഭരണപരമായിട്ടുള്ള രീതികൾ അതൊക്കെ മനസ്സിലാക്കാനും എംബസികൾ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കാനും അവിടുത്തെ അംബാസഡേഴ്സിനോട് സംസാരിക്കാനും ഉള്ള വലിയൊരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് MNCകൾ, മൾട്ടി നാഷണൽ കമ്പനീസുകൾ ഡൽഹിയിലുണ്ട്. ഇപ്പോൾ നോയിഡ, ഗുർഗാവൺ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് MNCകൾ അറബി ഭാഷ കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ അറിയുന്ന ആളുകൾക്ക് ജോലികൾ നൽകുന്ന, അവരെ ഹയർ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ അവിടെ ഉണ്ട്. അപ്പോൾ
ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ഡൽഹി നമുക്ക് ബെറ്റർ ഓപ്ഷനാണ്. ഡൽഹിയിൽ അറബിക് ഭാഷ പഠിക്കാൻ പ്രധാനപ്പെട്ട 3 യൂണിവേഴ്സിറ്റികളാണ്. ഒന്ന് JNU, രണ്ടാമത്തത് ഡൽഹി യൂണിവേഴ്സിറ്റി, മൂന്നാമത്തത് നമ്മുടെ ജാമിയ. ജാമിയയിൽ എങ്ങനെയാണ് അറബിക് ഭാഷ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജാമിയയിലുള്ള അറബിക് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണെന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ജാമിയയിലെ അറബിക് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ജാമിയയിലുള്ള ഫാക്കൽറ്റീസ് ആണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, സ്വദേശത്തും വിദേശത്തൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള, ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച, ഇപ്പോൾ ട്രാൻസ്ലേഷൻ മേഖലയിലാണെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഉള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ഇവിടെ ജാമിയയിൽ ഉള്ളത്. മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ജാമിയയിൽ നമുക്ക് അറബിക് ഡിപ്പാർട്ട്മെന്റിൽ ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാമിയയിലുള്ള അറബിക്കിന്റെ സിലബസ് ആണ്. ട്രാൻസ്ലേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ഇവിടെ ജാമിയയിലുള്ളത്. അപ്പോൾ ട്രാൻസ്ലേഷൻ മേഖലയിൽ വളരണം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ് ജാമ്യ. അതേപോലെ ഫെസിലിറ്റീസ്, ഇപ്പോൾ ജാമ്യയിൽ നല്ലൊരു വിശാലമായിട്ടുള്ള സാക്കിർ ഹുസൈൻ ലൈബ്രറി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ലൈബ്രറി ഉണ്ട്. ഇവിടെയൊക്കെ അറബിക് ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത കിസ്മുകളിലുള്ള പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജാമ്യയിലുള്ള അറബിക് വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ തന്നെ അനുഭവിച്ച് തന്നെ അറിയണം. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ജാമ്യയിലേക്ക് സ്വാഗതം. നല്ലൊരു വിജയം തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.